തൊട്ടു. നമ്മൾ യാത്രകളൊക്കെ ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ നേരിട്ട് വന്ന് കാണാം. VJ ലോക ഡയറീസ്. അങ്ങനെ ഞാൻ പുതിയ ചാനൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ജേണി ഓഫ് VJ വ്ളോഗ് എന്ന ചാനൽ ഇനി വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല. ഇനി പുതിയ ചാനലിൽ നമ്മൾ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി VJ ലോക ഡയറീസ്, അതായത് വിജയുടെ ലോകത്തെ ഡയറീസുകൾ, ലോകം കണ്ട കാഴ്ചകൾ, ലോകത്തെ ഓരോ അനുഭവങ്ങൾ, കാഴ്ചകൾ, അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇനി ഈ ചാനലിലായിരിക്കും. VJ ലോക ഡയറീസ് എന്ന ചാനലിലായിരിക്കും. VJ ലോക ഡയറീസിൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ, അതായത് ആദ്യത്തെ വീഡിയോ, പുതിയ ചാനലിലെ ആദ്യത്തെ വീഡിയോ, നമ്മൾ താജ്മഹൽ കാണാൻ പോയ ഒരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. താജ്മഹൽ കാഴ്ചകൾ, നമ്മുടെ അനുഭവങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് ഈ ഫസ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനലിൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ അതൊന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചാൽ നമ്മൾ വീഡിയോ ഇടുന്നതൊക്കെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഒക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വീഡിയോ താജ്മഹൽ കാഴ്ച, താജ്മഹലിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ആഗ്രയിലാണുള്ളത്. താജ്മഹൽ കാണാൻ പോവാണ്. പുലർച്ചെ രാവിലെ ഇപ്പോൾ ഒരു 6:30 മണിയായി. ഞങ്ങളിതിൽ നേരത്തെ പോയിരുന്നതാണ്. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു രാവിലെ താജ്മഹൽ കാണാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഫൈനലി നമ്മൾ താജ്മഹൽ കാണാൻ എത്തിയിരിക്കുകയാണ്. ഇത്രയും ദിവസം നമ്മൾ ഗോവ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഇവിടെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഫൈനലി നമ്മളിവിടെ താജ്മഹലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ അടുത്ത് വന്ന് റൂമൊക്കെ എടുത്ത് സെറ്റായി രാവിലെ സെറ്റായി പോകാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കാഴ്ചയും താജ്മഹൽ നേരിട്ട് കാണാനുള്ള ഒരു എല്ലാവരുടെയും ഒരു സന്തോഷമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താജ്മഹലൊക്കെ നേരിട്ട് കാണാം. പിന്നെ അപ്പോൾ എൻ്റെ കൂടെ 3 ഫ്രണ്ട്സും ഉണ്ട്. അവരൊക്കെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് റൂമിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ രാവിലെ നല്ല തണുപ്പാണ്. സൺലൈറ്റൊന്നും എത്തിയിട്ടില്ല. ഈ ഒരു തണുപ്പ് കാലാവസ്ഥയൊക്കെ ആയിട്ടാണോ സംഭവം 6:30 കഴിഞ്ഞു. ഇവിടെയൊക്കെ റൂമുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഹോട്ടൽസുകൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമുകൾ ഒരുപാട് കിട്ടുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താജ്മഹൽ കാണാൻ പോവാം. ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ. ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ പിന്നെ കുറച്ചൊന്ന് സിറ്റിയിൽ നിന്നൊന്ന് റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഇവിടുന്ന് റൂം എടുത്തതാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്നലെ വന്നിറങ്ങിയപ്പോൾ ആകെ തിരക്കും ആളുകളും ഓട്ടോക്കാരും ആകെ ഗൈഡുകളും ആകെ അങ്ങോട്ട് ഒരു തിക്കും തിരക്കായിരുന്നു. ഇന്നിപ്പോൾ മൺഡേ ആണ്. രാവിലെ വലിയ സീന് തിരക്കുണ്ടാവില്ല എന്ന് നമുക്ക് നോക്കാം. തിരക്കുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമുക്ക് താജ്മഹൽ. അപ്പൊ നമ്മളിതാ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാരും. അപ്പൊ പോവല്ലേ? അങ്ങനെ ഞങ്ങൾ ആ റൂമിന്റെ താഴെ തന്നെ ബാഗൊക്കെ വെച്ചൊരു ബായിയുടെ ഓട്ടോ വിളിച്ച് ഇതാ പുറപ്പെട്ടു. പ്രഭാതം പൊട്ടി വിടർന്നു. ഈ ഭാഗത്തൊക്കെയാണ് സൂര്യോദയം. നല്ല തണുപ്പുള്ള സമയമാണ് ഈ ഒരു സമയം. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ വന്നിറങ്ങി. ഇനി ഇവിടുന്ന് അടുത്താണ്, കുറച്ച് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് ഇത് കവർ ചെയ്യണതാണ്. ഒന്നിന് 10 രൂപയാണ്. അങ്ങനെ 4 നമ്മൾ വാങ്ങി. ഇവിടെ റൗണ്ട് പ്ലേസ് ആണ്. ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം താജ്മഹൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് മെയിൻ ഗേറ്റിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ ഇതിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ കടന്നിട്ട് ഒരു 300-400 മീറ്റർ എത്ര അല്ലേ മീറ്റർ താജ്മഹലിൻ്റെ കയറാൻ കയറാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പം നമ്മളങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ട്. തണുപ്പുള്ള സമയമാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് നടക്കാം. നമുക്ക് ഇലക്ട്രിക് വണ്ടിയിൽ പോകണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കയറാൻ പറ്റും. അങ്ങനെ അതിൽ കയറിയിട്ട് പോകാൻ പറ്റും. നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അധികം ദൂരം ഇല്ലല്ലോ. സൈഡിലൊക്കെ ഓരോ പാർക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇരിക്കാൻ. അവിടെയൊക്കെ ഓരോരുത്തർ അത് ഇവിടെ ഉള്ളവർ തന്നെ ആവുമല്ലേ? അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ സൂര്യനൊക്കെ നല്ല വെളിച്ചമായിട്ട് വരുന്നുണ്ട്. സൂര്യനൊക്കെ നേരത്തെ വന്നു. നമ്മൾ നേരത്തെ വന്നിട്ട് നമ്മൾ നേരത്തൊക്കെ തന്നെയാണ്. ഇത് അവിടെയാണ് ഇതിൻ്റെ ഒരു കവാടം. അവിടെ നിന്ന് അങ്ങോട്ട് കയറി നമ്മളിതാ അങ്ങനെ. എങ്ങനെയുണ്ട് നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്ന എക്സ്പീരിയൻസ് പറയൂ. സൂപ്പർ. നമ്മളുടെ യാത്രയിൽ ഏറ്റവും മെയിനായിട്ടുള്ള സ്ഥലം സന്ദർശിക്കാനാണ് പോകുന്നത്. ഇത് താജ്മഹലല്ല. അങ്ങനെ വേറൊരു മെയിൻ കവാടത്തിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. ഇത്ര നേരത്തെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നല്ല തിരക്ക് ഇപ്പൊ തന്നെ ഉണ്ട്.
ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊക്കെ താജ്മഹൽ കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു വഴിയാണ് നമ്മൾ അകത്തേക്ക് കയറാൻ പോകുന്നത്. നല്ല തിരക്കാണ് ആ ഭാഗത്തൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവാം. ഇതാ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നി മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച താജ്മഹൽ. 22 വർഷം കൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് പണി കഴിപ്പിച്ചത്. അതിൻ്റെ മെയിൻ കെട്ടിടം 12 വർഷം എടുത്തു. പിന്നെയുള്ള പൂന്തോട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ 10 വർഷം എടുത്തു. അങ്ങനെ ടോട്ടൽ 22 വർഷം. 1632 നിർമ്മാണം തുടങ്ങിയിട്ട് പിന്നെ അത് ഏകദേശം പൂർത്തിയായത് 1653 20,000 തൊഴിലാളികൾ ചേർന്ന് പണി കഴിപ്പിച്ച താജ്മഹൽ. അത് ഇന്ത്യ, പേർഷ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിലായിട്ട് മൊത്തം 20,000 തൊഴിലാളികൾ. എന്താല്ലേ? ഈ ലോകാത്ഭുതത്തിന്റെ ശില്പി ഉസ്താദ് അഹമ്മദ് ലാഹോരി. നല്ല തിരക്കുണ്ട് ഈ രാവിലെ തന്നെ. ഫൈനലിൽ നമ്മൾ താജ്മഹലിന്റെ മുന്നിലെത്തി. എങ്ങനെയുണ്ട് താജ്മഹൽ നേരിട്ട് കണ്ടപ്പോ? താജ്മഹൽ സൂപ്പർ. ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, നമുക്ക് ഫോട്ടോ ഒക്കെ എടുപ്പിക്കാം. നമ്മൾ യാത്രകളൊക്കെ ചെയ്യുക, ഇങ്ങനെയുള്ളതൊക്കെ നേരിട്ട് വന്ന് കാണുക. ഫോട്ടോ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം അല്ലേ? നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഷാജഹാൻ ഉണ്ടാക്കി കൊടുത്ത് നമ്മളൊന്ന് കാണുക. കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് എന്നാൽ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. അങ്ങനെ താജ്മഹൽ അടിപൊളിയാണ് കേട്ടോ. താജ്മഹൽ സൂപ്പറാണ്. നമ്മുടെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ അതങ്ങനെ കണ്ടു. ഇതിൻ്റെ മാർബിളൊക്കെ രാജസ്ഥാനിലെ മക്രാനിൽ നിന്നുള്ള വെളുത്ത മാർബിളാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മാർബിളിൽ വിലപിടിപ്പുള്ള രത്നങ്ങളും വൈഡൂര്യങ്ങളൊക്കെ പതിപ്പിച്ചിരുന്നു. ഇപ്പം ഇല്ലയെന്നാണ് തോന്നുന്നത്, കാണാനില്ല. പകൽ സമയത്ത് പ്രകാശത്തിനനുസരിച്ച് താജ്മഹലിൻ്റെ നിറം മാറുന്നതായിട്ട് തോന്നും. രാവിലെ പിങ്ക് നിറം, ഉച്ചയ്ക്ക് വെളുത്ത നിറം, രാത്രി ചന്ദ്രപ്രകാശത്തിൻ്റെ സ്വർണ്ണ നിറം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലെവൽ. ഞങ്ങളെല്ലാവരും താജ്മഹലിൻ്റെ കുറച്ചുകൂടി അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാം. നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കയറി. ഇതാ ഇവിടെയും നല്ലൊരു വ്യൂ ഒക്കെ തന്നെയാണ് കേട്ടോ. താജ്മഹലല്ലേ, ഭംഗിക്കായിട്ട് കുറവും വരില്ല. ഇതതിൻ്റെ വേറൊരു വശം. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു മോസ്കോ, ഇവിടെ ഒരു നല്ലൊരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. എന്തൊക്കെ വർക്കുകളൊക്കെ അതിൻ്റെ മേലെ നടക്കുന്നുണ്ട്. അതാണ് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഒരു ഇതാണ്. അവിടെ ഒരു ലാഡറും ഒക്കെ സെറ്റ് ചെയ്ത് മേലെ വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ മേലെ കാണുന്ന ഒരു ഇത്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ കാണില്ല, ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നറിയില്ല. യമുന നദിയാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ താജ്മഹൽ കൺകുളിർക്കെ കണ്ട് കുട്ടാപ്പു. നമ്മുടെ യാത്രയിൽ ഫൈനലായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു താജ്മഹൽ കാണുന്നില്ല. താജ്മഹൽ ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. പിന്നെ നമ്മൾ ഗോവ, മഹാരാഷ്ട്രയിലെ രത്നഗിരി, പിന്നെ മധ്യപ്രദേശിൽ ഗോളിയാർ കോട്ട, അങ്ങനെയൊക്കെ ആയിട്ടൊരു യാത്രയായിരുന്നു അത്. ഞാൻ താജ്മഹൽ തൊടുന്നെടുക്കണം. തൊട്ടു, താജ്മഹൽ തൊട്ടു. അടുത്ത നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കാലിൽ ആ ഒരു കവറിങ് ഒക്കെ ഇട്ടിട്ട് ഷൂവിൻ്റെ അല്ലെങ്കിൽ ചെരുപ്പിനിടാനുള്ളത്. അവിടെ നിന്നിട്ട് കയറിയാൽ ഇതിൻ്റെ ഏറ്റവും മുന്നിൽ
ഞങ്ങളെല്ലാവരും ഈ ഒരു നിമിഷം ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടപ്പോൾ. തൊട്ടടുത്ത് നമ്മുടെ മുന്നിൽ താജ്മഹൽ. താജ്മഹൽ തന്നെയാണ് രണ്ടുപേരെയും അടക്കം ചെയ്തിട്ടുള്ളത്. അതായത് ഷാജഹാനെ മകനായ ഔറംഗസീബ് തടവിലാക്കിയപ്പോൾ ആഗ്ര കോട്ടയിലെ ജയിലിനുള്ളിലിരുന്ന് താജ്മഹൽ നോക്കി അദ്ദേഹം ബാക്കി കാലം കഴിച്ചു എന്നാണ് പറയുന്നത്. ഷാജഹാന്റെ മരണശേഷം അദ്ദേഹത്തെയും മുംതാസിന്റെ കബറിനോട് ചേർന്ന് താജ്മഹൽ തന്നെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിനുള്ളിൽ തന്നെയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ക്യാമറ അങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ അങ്ങനെ നമുക്ക് വലിയ അലൗഡ് അല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം, പുറത്തിറങ്ങാം. എൻ്റെ വർക്കുകളൊക്കെ കണ്ടില്ല, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ താജ്മഹൽ കണ്ടു. ഒന്നങ്ങട്ട് പോളിഷ് ചെയ്യാണ്ടല്ലേ. അതൊരു എക്കോ റൂമാണ്. അവിടെ സമാധിയുള്ള ഷാജഹാനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ ഇവിടെ അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്ത കാരണമാണ് അത് നമുക്ക് എടുക്കാൻ പറ്റാതെ വന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂവും പിന്നെ യമുന നദിക്കരയിൽ നല്ല തണുപ്പും. ഇവിടെയൊക്കെ ഈ ടൈലൊക്കെ നല്ല തണുപ്പാണ്. ഇപ്പോൾ ഉച്ച ആയിട്ടില്ല, ഏകദേശം 10-11 ആ ഒരു ടൈമൊക്കെ ഇങ്ങനെയാണ്. പക്ഷെ നല്ല തണുപ്പുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. ഇപ്പോൾ ഡൽഹിയിലും അവിടെയൊക്കെ ആണെങ്കിൽ മൂടൽമഞ്ഞും പുകയും ഒക്കെ ആകെ മലിനീകരണമാണ്. താജ്മഹലിന് ചുറ്റുമുള്ള ആ തൂണുകളില്ലേ, നമ്മളെ ഫോട്ടോയിലും ഈ വീഡിയോയിലൊക്കെ കാണുന്ന ആ തൂണുകളില്ലേ ആ കാണുന്നത്, അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് കുറച്ച് ചെരിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എന്തെങ്കിലും ഭൂമികുലുക്കോ അങ്ങനെയുള്ള വന്നാൽ നേരെ താജ്മഹലിൻ്റെ മേലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെരിച്ചിട്ട് ചെറിയൊരു ചെരുവിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഷൂ കവറൊക്കെ അഴിച്ച് ഇതിൻ്റെ ഈ ഒരു വശത്തേക്ക് ഇറങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആ ഗാർഡനിൽ കൂടെ പോയിട്ടാണ് എക്സിറ്റ് ഉള്ളത്. അപ്പോൾ ദൈവന്ന് കാശുണ്ട് കേട്ടോ. സൈഡ് വ്യൂ ഒക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ നല്ല തിരക്കായി, നല്ല ആളുകൾ. അപ്പം നമുക്ക് അതിൽ കൂടെ അങ്ങോട്ട് പുറത്ത് കിടക്കാം. അവിടെ ഗാർഡനൊക്കെ തോന്നുന്നു. ഞങ്ങൾ അതുമാതിരി കണ്ടു, കണ്ണിറച്ച് കണ്ടു. ഇതാ വീണ്ടും ഞാനിങ്ങനെ കാണാം. ഇതാ ദൈവ വീണ്ടും ഇതാ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. അവസാനമായി താജ്മഹൽ ഒന്നുകൂടി കൺകുളിർക്കി കാണട്ടെ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതാ. അങ്ങനെ താജ്മഹൽ കണ്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എക്സിറ്റ് ഇതാ ഈ വഴിയാണ് എക്സിറ്റ്. ഇവിടെ നോക്കിയാൽ ഓക്കെ എക്സിറ്റ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.